ഇന്ന് ലഞ്ചിന് പറ്റിയ നല്ല 2 കറിയും നല്ല ടേസ്റ്റി കപ്പ കുഴച്ചതുമാണ് കാണിക്കുന്നത്. നല്ല മീൻ മുളകിട്ടത്, പിന്നെ കൊഞ്ചും മുരിങ്ങയ്ക്ക, തക്കാളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നല്ല ഒഴിച്ചുകറി, ഈ ഒഴിച്ചുകറി, പിന്നെ നല്ല കപ്പ കുഴച്ചത്. ഇതിൻ്റെയൊക്കെ റെസിപ്പീസാണ് ഇന്ന് കാണിക്കുന്നത്. നല്ല കപ്പ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ഫ്രഷ് കപ്പ. നമുക്കിനി ഉരിച്ച് എല്ലാം വൃത്തിയാക്കി എടുക്കാവേ. നല്ല വൃത്തിയാക്കിയ കപ്പേനെ ഇതെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? കപ്പ എങ്ങനെ കുഴയ്ക്കാൻ നമ്മൾ അരിയണ്ടേന്ന് ഇങ്ങനെ കുത്തി കുത്തി അരിഞ്ഞെടുക്കണം. അപ്പോഴത്തേക്ക് ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല തിളച്ച് എന്നിട്ട് കഴുകി വൃത്തിയാക്കി കൊത്തിയരിഞ്ഞ കപ്പയില്ലേ, അത് ആ വെള്ളത്തിലോട്ടിട്ട് നല്ലപോലെ വേവട്ടെ അവിടെ കിടന്ന്. കപ്പയൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കാം. ഏകദേശം ഒരു 3 കിലോ കപ്പയുണ്ട്. അതിന് ഞാൻ ഈ മിക്സിയുടെ ഒരു 1/4 ഭാഗം തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. നിറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്. അതിലോട്ട് 2 വെളുത്തുള്ളിയും 2 പച്ചമുളക്, അതിനെ ഞാൻ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിടാവേ. അരിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. അപ്പോഴത്തേക്കും കപ്പ തിളച്ചപ്പം ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. എന്നിട്ട് നല്ല വെന്തപ്പം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പാനിലോട്ട് ആ കപ്പേനെ ഇട്ട് കൊടുത്തു ചൂടോടെ. എന്നിട്ട് അതിലോട്ട് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ച അരപ്പും മിക്സിയിലൊന്ന് ചുറ്റിച്ച് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ആ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതി നമ്മളൊന്ന് പിടിക്കുമ്പോഴത്തേക്ക് അതങ്ങ് ഉടഞ്ഞു വരും. അത്ര നല്ല വെന്ത കപ്പയാണ്, കണ്ടില്ലേ? നല്ലപോലെ വെന്ത കപ്പ നല്ല മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ആവശ്യത്തിന് ഇച്ചിരി വേപ്പില ഇട്ട് കൊടുത്ത് പച്ച വെളിച്ചെണ്ണയും കൂടെ ചുറ്റിച്ചൊഴിച്ച് മിക്സ് ചെയ്തിട്ട് അടച്ചവിടെ വെച്ചേക്കണം. എന്നിട്ട് നല്ല ചൂട് മീൻകറിയും നല്ല മുളകൊഴിച്ച മീൻകറി കപ്പയുമായിട്ട് ചൂടോടുകൂടി കഴിക്കാം. ഇനി അടുത്തത് നല്ല മീൻകറിയുടെ റെസിപ്പിയാണ്. ഒരു ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച്, എണ്ണയൊന്ന് നല്ല ചൂടായി വന്നപ്പോഴത്തേക്കും ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉലുവ. അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഒരു മീഡിയം സൈസ് സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, വേപ്പില, 3-4 കഷ്ണം കുടംപുളി എല്ലാം അവിടെ നിന്നൊന്ന് വഴലട്ടെ. അപ്പോഴത്തേക്കും ഒരു ബൗളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ആ വാടിയില്ലേ ഉള്ളിയും പച്ചമുളകും എല്ലാം അതിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് വരട്ടണം. ആ കാശ്മീർ ചില്ലിപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ ഒന്ന് പച്ചമണം മാറുമ്പോഴത്തേക്കും ഒരിച്ചിരി ഉലുവാപ്പൊടിയും ആ ബൗള് കഴുകി ഇച്ചിരി വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇനി നല്ല ഒന്ന് എണ്ണ തെളിയട്ടെ, നല്ലപോലെ പച്ചമണം മാറണേ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം, മീൻകറിയുടെ ചാറിന് ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നല്ല തിളച്ച് വരട്ടെ. കറി നല്ല തിളച്ച് വന്നപ്പോഴത്തേക്കും കഴുകി വൃത്തിയാക്കി വെച്ച മീനും കൂടി ഇട്ട് കൊടുത്ത് ഇനി ആ മീനിൻ്റെ പുറത്തോട്ട് ആ ചാറൊക്കെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കണേ. അപ്പോഴേ അതിലോട്ട് നല്ല ഉപ്പും മുളകും പുളിയൊക്കെ പിടിക്കത്തുള്ളൂ. നല്ല ഒഴിച്ച് അതവിടെ അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മീനൊക്കെ നല്ല വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. കണ്ടില്ലേ? നല്ല സൂപ്പർ ടേസ്റ്റി മീൻകറി റെഡി. ഇത്രയേ ഉള്ളൂ, ടേസ്റ്റി മീൻകറി റെഡി. ഇനി ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതും കൂട്ടി ചോറ് കൊടുക്കാമെങ്കിൽ വയറ് നിറച്ച് ചോറ് തിന്നും. ഒരു ചട്ടിയിലോട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയ്ക്ക, 2 തക്കാളി, കൊഞ്ച്, ഇത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ഒഴിച്ച് അടച്ച് ഒന്ന് വേവാൻ വെക്കാം. മുരിങ്ങയ്ക്കയ്ക്ക് വേവ് കുറവുള്ളതുകൊണ്ട് ഞാൻ കൊഞ്ചും കൂടി ഇട്ട് വേവിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യം മുരിങ്ങയ്ക്ക വേവിച്ചിട്ടേ കൊഞ്ചിടാവുള്ളൂ, അല്ലെങ്കിൽ കൊഞ്ചങ്ങ് റബ്ബർ പോലെ ആവും കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഒരു 1/4 ഭാഗത്തോളം തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇതെല്ലാം കൂടെ അരച്ച് മഷി പോലെ അരച്ചെടുക്കാം. ഈ കൊഞ്ചും മുരിങ്ങയ്ക്കയും തക്കാളിയിലോട്ട് ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയേ. നിങ്ങൾ ആദ്യമേ ഇട്ടോ കേട്ടോ പച്ചമുളക്. ഞാൻ ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നപ്പോഴത്തേക്ക് പച്ചമുളക് ഇട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ആ മഷി പോലെ അരച്ച അരപ്പും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ചാറിന് ആവശ്യമായ വെള്ളം
കൊഞ്ചിൻ്റെയൊക്കെ വെള്ളം അതിൽ കാണും, നോക്കിയിട്ട് വെള്ളം ഒഴിക്കാവുള്ളേ. എന്നിട്ട് അതൊന്ന് ചൂടായാൽ മതി. സൈഡിൽ കൂടെ ചെറിയ ബബിൾസ് വരുമ്പോഴേ ഗ്യാസ് അങ്ങ് ഓഫാക്കിയേക്കണം. ഇനി ഒന്നുമില്ല, ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പം വേപ്പില, ഉണക്കമുളക്, ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടി ഇട്ട് താളിച്ച് ഒഴിച്ചാൽ സൂപ്പർ ഒഴിച്ചുകറി റെഡി. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒത്തിരി നാടൻ കറികളുടെ വീഡിയോസ് എൻ്റെ ഈ ചാനലിൽ കിടപ്പുണ്ട്.